Good morning, students. Another question. A particular solution of the differential equation dy by dx equal to xy square with y0 is equal to 1 is. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാവും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ dy by dx equal to xy square. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ dy is equal to xy square dx. That is 1 by y square dy is equal to x dx. അത് വേരിയബിൾ സെപ്പറേറ്റ് ഫോമിലായിട്ട് വന്നു. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y raised to -2 dy is equal to integral x dx. y raised to -2 എന്ന് പറയുന്നത് -1 by -1 is equal to x square by 2 plus c. That is -1 by y is equal to x square by 2 plus c. ഇതാണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ. ഇനി ഇതിൽ കോൺസ്റ്റന്റ് സി കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1 by 1 is equal to 0 plus c. Therefore സിയുടെ വാല്യൂ എത്രയാണ്? Therefore c is equal to -. Therefore നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ -1 by y is equal to x square by 2 plus -1. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x സ്ക്വയർ -2 by 2 that is equal to -1 by y. മൈനസ് കൊണ്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ 1 by y is equal to 2 minus x square by 2. അപ്പോൾ y സമത്ര വരും 2 by 2 minus x square. ഇതാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ബി is the correct answer. ഓപ്ഷൻ ബി is the correct answer. അപ്പോൾ ഇവിടെ y is equal to 2 by 2 minus x square ആണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ആയിട്ട്. ഇവിടെ നമ്മൾ ചെയ്തത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ വേരിയബിൾ സെപ്പറേറ്റ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സി വരും. ആ സി കണ്ടുപിടിക്കാനായിട്ട് ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ഇനിഷ്യൽ കണ്ടീഷൻ സി കണ്ടുപിടിച്ചതിന് ശേഷം ആ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് y നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്ത് കഴിയുമ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 by 2 minus x square കിട്ടി. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. The general solution of the differential equation is x square y square plus y into dx minus x minus 2x cubed y dy is equal to 0 is option A x square y square minus y by x is equal to c. X cubed y x by y is equal to c. X y square plus y by x is equal to c. X y square minus y by x is equal to c. X square y plus y by x is equal to c. ഇങ്ങനെ 5 ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. The general solution of the differential equation. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജനറൽ സൊല്യൂഷൻ നമുക്ക് എഴുതാം. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x square y square dx plus y dx minus x dy plus 2x cubed y dy is equal to 0. ഇനി ഞാൻ ചെയ്യേണ്ടത് x square y square dx plus 2x cube y dy is equal to x dy minus y dx. ഇത് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എല്ലാ ടൈമിലും x സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡിങ് ബൈ x സ്ക്വയർ. x സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y സ്ക്വയർ dx plus 2x y dy is equal to x dy minus y dx by x square. അപ്പോൾ ഈ ഇക്വേഷനെ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ x സ്ക്വയർ. x സ്ക്വയർ ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ x സ്ക്വയർ ഹോം y സ്ക്വയർ dx, ഇവിടെ x സ്ക്വയർ ഹോം 2xy dy, ഇവിടെ നമുക്ക് x dy minus y dx by x square. ഇനി നമ്മൾ എന്ത് ചെയ്യാം? y square dx plus 2xy dy നമുക്ക് എങ്ങനെ എഴുതാം? t of y square x എന്ന് എഴുതാം. പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ.
അപ്പോൾ d of y square x എന്ന് പറഞ്ഞാൽ എന്താണ് y square into dx plus 2x into y dy. റൈറ്റ് ആൻസറിൽ എന്ത് എഴുതാം? ക്വോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ d of y by x. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ d of y square x എഴുതി, റൈറ്റ് ഹാൻഡ് സൈഡിൽ d of y by x എഴുതി. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y square x is equal to y by x plus നമുക്ക് ഇനിയും കിട്ടേണ്ട ആൻസറിലേക്ക് എത്താനായിട്ട് ഇവിടെ എക്സ് വൈ സ്ക്വയർ മൈനസ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി. അങ്ങനെ ഒരു ആൻസർ കിട്ടുന്നതൊക്കെ എക്സ് വൈ സ്ക്വയർ മൈനസ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. എക്സ് വൈ സ്ക്വയർ മൈനസ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി. അപ്പൊ ഈ ഡിഫറൻഷിയേഷന്റെ ജനറൽ സൊല്യൂഷൻ കാണാനായിട്ട് നമ്മൾ ചെയ്തത് എന്താണ്? ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് 2x2 വൈ ഡി വൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിർത്തി ഈ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് റൈറ്റ് ഹാൻഡ് സൈഡ് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു കോമൺ ആയിട്ട് എക്സ് സ്ക്വയർ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് 2x വൈ ഡി വൈ വരും. വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് 2x വൈ ഡി വൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് എഴുതാം? ഡി ഓഫ് വൈ സ്ക്വയർ എക്സ് എഴുതാം. പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ. ഡി ഓഫ് വൈ സ്ക്വയർ എക്സ് എഴുതി കഴിഞ്ഞാൽ ഗുണം എന്താണ്? അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈ സ്ക്വയർ എക്സ് എഴുതാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ അതിന് നമുക്ക് എന്ത് എഴുതാം? ഡി ഓഫ് വൈ ബൈ എക്സ് എഴുതാം. അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ബൈ എക്സ് കിട്ടും. വൈ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് പ്ലസ് സി. അപ്പൊ എക്സ് വൈ സ്ക്വയർ മൈനസ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. Problem number 27. The integrating factor of the differential equation is 4xy dy minus e raised to minus 2y dy plus dx is equal to 0 is A. E raised to minus 2y, B. E raised to 2x square, C. E raised to 4y, D. E raised to minus 4y, E. E raised x raised to 4. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. അപ്പോ ഇവിടെ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് dy by dx പ്ലസ് പി വൈ ഈസ് ഈക്വൽ ടു ക്യൂ ഈ ഫോമിലാണെങ്കിൽ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കാണാനുള്ള ഫോർമുല എന്താണ്? ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ എഫ് ആണ്. ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഇതാണ് നമ്മുടെ ഫോർമുല. dy by dx പ്ലസ് പി വൈ ഈസ് ഈക്വൽ ടു. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് നോക്കിയേ. 4xy dy മൈനസ് ഇ റേസ് ടു മൈനസ് 2y dy പ്ലസ് dx ഈസ് ഈക്വൽ ടു. ഇതാണ് തന്നിരിക്കുന്നത്. ഈ ഫസ്റ്റ് രണ്ട് ടേമിൽ ഡി വൈ നമ്മൾ പുറത്തെടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? 4xy മൈനസ് ഇ റേസ് ടു മൈനസ് 2y പ്ലസ് dx is equal to 0. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? dy into 4xy മൈനസ് ഇ റേസ് ടു മൈനസ് 2y is equal to minus dx. Okay. That is 4xy മൈനസ് ഇ റേസ് ടു മൈനസ് 2y 4xy 4x dx നോക്കുക അല്ലേ? Integrated factor of the differential equation, the 4x dx now. That's the question. 4x dx now. 4x dy minus e raised to minus 2y plus dx now. Question is our question. 4x dy minus e raised to minus 2y dy plus dx is equal to 0. That's the options are number 4xy 4x now. But the equation 4x dy minus e raised to minus 2y dy plus dx is equal to 0. ഇവിടെ രണ്ടിൽ നിന്ന് നമ്മൾ dy പുറത്തെടുക്കുന്നു. പുറത്തെടുക്കുമ്പോൾ 4x മൈനസ് ഇ റേസ് ടു മൈനസ് 2y ഈ മൈനസ് dx അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ 4x മൈനസ് ഇ റേസ് ടു മൈനസ് 2y is equal to മൈനസ് dx by dy. മൈനസ് dx by dy. ഇത് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഇവിടെ 4x മൈനസ് ഇ റേസ് ടു മൈനസ് 2y is equal to മൈനസ് dx by dy ആണ്. ഇതിന് മൈനസ് കൊണ്ട് കുറിക്കാം. മൈനസ് കൊണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ മൈനസ് 4x then plus e raised to minus 2y is equal to dx by dy. dx by dy. But dx by dy
is equal to minus 4x plus e raised to minus 2y. ഇനി ഇതില് dx by dy ഈ minus 4x കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 4x is equal to e raised to minus 2 dx by dy plus 4x dx by dy plus 4x is equal to e raised to minus 2y. അപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? dy by dx plus py is equal to q ആണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാക്ടർ e raised to integral p dx ആണ്. ഇവിടെ നമുക്ക് y യുടെ സ്ഥാനത്ത് x ആണ് വന്നിരിക്കുന്നത്. ഇവിടെ dx by dy plus px is equal to q ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്റഗ്രേറ്റഡ് ഫാക്ടർ കാണാനുള്ള ഫോർമുല എന്തായിരിക്കും? ഇന്റഗ്രേറ്റഡ് ഫാക്ടർ e raised to integral p dy ആണ്. e raised to integral p dy. അപ്പൊ ഇന്റഗ്രേറ്റഡ് ഫാക്ടർ is equal to e raised to integral p എന്ന് പറഞ്ഞാൽ എത്രയാണ്? x ന്റെ കോഎഫിഷ്യന്റ് 4dy. Therefore, നമുക്ക് ആൻസർ കിട്ടും e raised to 4y. അപ്പോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇവിടെ ഇന്റഗ്രേറ്റഡ് ഫാക്ടർ കാണാനായിട്ട്, ഈ ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേറ്റഡ് ഫാക്ടർ കാണാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 4x dy minus e raised to minus 2y dy plus dx is equal to 0. അപ്പൊ ഇതിന്റെ ഇന്റഗ്രേറ്റഡ് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ ഇന്റഗ്രേറ്റഡ് ഫാക്ടർ കാണാനുള്ള സ്റ്റാൻഡേർഡ് ഫോം നമുക്കറിയാം. dy by dx plus py is equal to q ആണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e raised to integral p dx ആണ്. ഇതാണ് നമ്മൾ ഈ ഫോമിലോട്ട് കൊണ്ടുവന്നിട്ട് ഇന്റഗ്രേറ്റഡ് ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് e raised to integral p dx ചെയ്താൽ മതി. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം നമ്മൾ 4x dy minus e raised to minus 2y dy plus dx equal to 0 എന്ന് കിട്ടുന്നു. ഈ രണ്ട് ടേമിൽ നിന്ന് dy നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പോൾ 4x minus e raised to minus 2y is equal to minus dx ആവും. That is 4x minus e raised to minus 2y is equal to minus dx by dy. ഇനി നമ്മൾ രണ്ട് സൈഡിലും നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ minus 4x plus e raised to minus 2y is equal to dx by dy വരും. Therefore, dx by dy എന്നുള്ളത് minus 4x plus e raised to minus 2y വരും. Therefore, dx by dy plus 4x equal to e raised to minus 2y വരും. ഇന്റഗ്രേറ്റഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to integral 4dy എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to 4y എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് dx by dy plus 4x is equal to e raised to minus 2y എന്ന് പറഞ്ഞാൽ ഈ ഫോം ആണ്. dx by dy plus px is equal to 2. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ dy by dx plus py is equal to 2 ആണ്. അതിന്റെ ഇന്റഗ്രേറ്റഡ് ഫാക്ടർ e raised to integral p dx ആണെങ്കിൽ dx by dy plus px is equal to q ന്റെ ഇന്റഗ്രേറ്റഡ് ഫാക്ടർ എന്തായിരിക്കും? e raised to integral p dy. ഈ p dy. അപ്പൊ നമ്മൾ ഈ p ക്ക് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇന്റഗ്രേറ്റഡ് e raised to 4y. ഓപ്ഷൻ സി is the correct answer. Okay.